കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആശങ്ക ഭയങ്കര കടമാണ്. കടമെന്ന് പറഞ്ഞാൽ സാധാ കടം പോലെയൊന്നുമല്ല, ഒരു മുടിഞ്ഞ് ഈ സംസ്ഥാനം. ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് കടം കയറി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഗൃഹനാഥന് തുല്യമാണ് കേരളം എന്നാണ്. അപ്പം എനിക്ക് ടെൻഷനായി അത് കേട്ടിട്ട്. കടം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ടെൻഷനാവുമല്ലോ. അപ്പം നമ്മൾ ഈ അടുത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, കുറേ ഇടതുപക്ഷ നേതാക്കൾ, സാധാരണ ആൾക്കാരെല്ലാവരും ഇടുന്നതിന് താഴെ പല ആളുകളും വന്ന് ചോദിക്കുന്നത്, പക്ഷെ കടത്തി മുങ്ങിയില്ലേ, പിന്നെ ഇത്രയും വർത്താനൊന്നും പറയണ്ട എന്നാണ്. ആ വികസനത്തെ ക്ഷേമത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതാണ് പറയുന്നത്. 4.5 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം കടം എന്നൊക്കെ പറഞ്ഞു കളയും. ശരിക്കുള്ള തുക എത്രയാണെന്ന് ഞാൻ പറയാം. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ആ ആശങ്ക ഒന്ന് നമുക്ക് പഠിക്കാം എന്ന് വിചാരിച്ചു എടുത്തിട്ടുണ്ട് ബോർഡും പേനയും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എനിക്ക് 500 രൂപ കടമുണ്ട് എന്ന് ഞാൻ പറയുന്നു. വേറൊരാൾക്ക് 1000 രൂപ കടമുണ്ട് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സമ്പന്നയാണ് എന്ന് നമുക്ക് തോന്നും. കാരണം എനിക്ക് 500 രൂപയെ കടമുള്ളൂ, അയാൾക്ക് 1000 രൂപ കടമുണ്ട്. ഇനി ഞാൻ എൻ്റെ വരുമാനം പറയാം. എൻ്റെ വരുമാനം 1000 രൂപയാണ്, അയാളുടെ വരുമാനം 1 ലക്ഷം രൂപയാണ്. എങ്കിൽ ഇപ്പം അയാളാണോ ദരിദ്രൻ, ഞാനാണോ ദരിദ്ര? എന്താ നിങ്ങൾക്ക് അതിൽ പറയാൻ കഴിയുക? അതായത് നമ്മുടെ കടത്തിൻ്റെ തുകയല്ലല്ലോ, നമ്മുടെ വരുമാനത്തിന് ആനുപാതികമായി കടം എത്ര, ഇതല്ലേ പരിശോധിക്കണ്ടേ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. 4,35,515 കോടിയോ മറ്റോ ആണ് കേരളത്തിൻ്റെ കടം. നോക്കണേ, 4,35,000 കോടി. 4 ലക്ഷമല്ല, 4,35,000 കോടി ആണ് കേരളത്തിൻ്റെ കടം. തലറങ്ങുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സ്വാഭാവികമാണ്, ആ ആശങ്ക നമുക്കും ഉണ്ടാവും. ഇത്രയും കോടി രൂപ, ലക്ഷം കോടി രൂപ കടത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഇതെല്ലാം നമ്മളെയും ബാധിക്കൂലേ? സ്വാഭാവികമായി തോന്നാണ്. പക്ഷെ അത് മാത്രമാണ് എടുക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വരുമാനത്തിന് ആനുപാതികമായി എന്ന്. ഇപ്പോൾ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് വരുമാനത്തിന് ആനുപാതികമായുള്ള ആകെ കടം എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ആകെ ഉൽപ്പാദനത്തിൻ്റെ, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ എത്രയാണ് കടം എന്നതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഇതാണ് ആകെ കടമെങ്കിൽ, കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 12 ലക്ഷം കോടിയിലധികമാണ്. ഇനിയിപ്പോൾ നോക്ക്, കേരളത്തിന് 12 ലക്ഷം കോടിയാണ് വരവ്, 4,4 ലക്ഷം കോടിയാണ് അതിൻ്റെ കടം എന്നത്. വരവല്ല, കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം 12 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇത് എത്രയാണെന്നറിയോ? കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 34.8% ഉള്ളൂ കേരളത്തിൻ്റെ കടം. അപ്പം ഇത് നമ്മൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് എടുത്തിട്ടുള്ള കണക്കാണ്, ഞാൻ ഉണ്ടാക്കിയ കണക്കൊന്നുമില്ല. അപ്പോൾ ഇത് പ്രകാരമാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ സമ്പദ്ഘടന പൊതുവായി പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കുറച്ച് നാൾ ഭരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കടമാണ് ഭരിച്ചതിന് ശേഷം മിച്ചം വെച്ചിട്ട് പോയത്, ആ കടം ഇപ്പം 500 രൂപയാണ് കടമെങ്കിൽ ആ കടത്തിൻ്റെ ഇരട്ടി കടം ആണ് അടുത്ത വരുന്ന സർക്കാർ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ രീതി. എപ്പോഴും ഒരു ഇരട്ടി ആയി ഉണ്ടാക്കും. ഇരട്ടി എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ × 2 എന്ന് പറയും, ഡബിൾ ഉണ്ടാക്കി വെക്കും. അപ്പം നമ്മൾ അങ്ങനെയാണോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 2005-6 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന UDF സർക്കാരിന് ഒരു നിശ്ചിത കടമുണ്ടായിരുന്നു. ആ തുകയുടെ 71.32% വർധനവാണ് കടത്തിൽ 2010-11 കാലഘട്ടത്തിലെ VS സർക്കാർ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അത്രയായിരുന്നു കടം എന്ന് നമുക്ക് പറയാം. അപ്പോൾ 2010-11 കാലഘട്ടത്തിൽ 71.3% കടം എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വരുമാനത്തിന് ആനുപാതികമായ കടം ഇതല്ല. ഇത് 2005-6 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ ഇറങ്ങാൻ നേരം മിച്ചം വെച്ച് പോയ കടം എത്രയാണോ ആ തുകയുടെ 71% വർധനവാണ് VS സർക്കാരിന്റെ കാലഘട്ടത്തിൽ കടത്തിൽ ഉണ്ടായത് എന്നാണ്. 71% എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണല്ല, ഇരട്ടിയേക്കാൾ 30% താഴെ 71% എന്നതാണ്. ഇരട്ടി എന്ന് പറഞ്ഞാൽ 100%. ആ 100% ഈ ടേബിളിലുണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ ഇത് VS സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ കടത്തിലെ വർധനവാണെങ്കിൽ 2015-16 അടുത്ത UDF സർക്കാർ എൻ്റെ കാലഘട്ടം തീരുമ്പോൾ 100% വർധന ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടോ. അതായത് ഇരട്ടിയായി. എത്രയാണോ VS സർക്കാർ ബാക്കി വെച്ച് പോയ കടം, ആ കടത്തിൻ്റെ ഇരട്ടി വർധനവ് അടുത്ത UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കി എന്നതാണ്. ഇനി അത് കഴിഞ്ഞ് വന്ന LDF സർക്കാരിൻ്റെ കാലഘട്ടം പരിശോധിച്ചാൽ നോക്കൂ, ഇരട്ടി വർധന ഉണ്ടായോ? ഇല്ല. UDF സർക്കാർ ഇരട്ടി വർധനവ്
കടത്തിൽ വരുത്തി വെച്ചിട്ട് പോയപ്പോൾ LDF സർക്കാർ 88% വർധനവാണ് കഴിഞ്ഞ കടത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. അതിനുശേഷം 2025-26 നമ്മളിപ്പോൾ നിൽക്കുന്ന കാലഘട്ടം, എല്ലാവരും അയ്യോ അയ്യോ വിളിക്കുന്ന കാലഘട്ടത്തിൽ 62% ആയി ഈ കടത്തെ കുറയ്ക്കാൻ സാധിച്ചു. കടത്തിന്റെ വർധനവിനെ കുറയ്ക്കാൻ സാധിച്ചു. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. സാധാരണയായി കടം ഇരട്ടിയായി വർദ്ധിക്കുമ്പോൾ, കടത്തിന്റെ വർധനവിൽ ഇരട്ടി എന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ 10 വർഷത്തെ LDF ഭരണ കാലഘട്ടത്തിൽ ഇരട്ടി എന്ന രീതിയിൽ പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനും മുൻപുള്ള LDF സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വർധനവിനേക്കാൾ താഴേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ ഈ 88.66% വന്നേക്കുന്ന വർഷം നോക്കണം. 2020-21 കാലഘട്ടം മറക്കരുത്, അത് കോവിഡ് കാലഘട്ടമാണ്. പ്രളയം അതിനോടടുത്ത് ചേർന്നുണ്ടായ കാലഘട്ടമാണ്. വരുമാന വർധന ഉണ്ടാകുമ്പോൾ കടം വർദ്ധിക്കുക എന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. അതൊരു വലിയ കുറ്റമൊന്നുമല്ല. എല്ലാ ആളുകളും ജീവിക്കുന്ന അങ്ങനെയല്ലേ, മനുഷ്യർ ജീവിക്കുന്ന അങ്ങനെയല്ലേ. വരുമാനത്തിൽ നിന്ന് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ സാധിച്ചേക്കാം എന്നേ അപ്പോഴും ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ സർക്കാരുകൾക്ക് അത് പറ്റൂല. അങ്ങനെ വരുമാനത്തിൽ മാത്രം നിൽക്കാൻ സർക്കാരുകൾക്ക് സാധിക്കില്ല. 100 രൂപ വരുമാനമെങ്കിൽ 100 രൂപ പരമാവധി 100 രൂപയെ ചെലവാക്കാൻ പറ്റൂ എന്ന് സർക്കാരുകൾക്ക് നിൽക്കാൻ കഴിയൂല. അങ്ങനെ നിന്നാൽ സമ്പദ്ഘടന സ്തംഭിച്ചു പോകും. ഒരു വികസനം ഉണ്ടാവില്ല, ഒരു ക്ഷേമം ഉണ്ടാവില്ല. മാത്രമല്ല ഈ പറയുന്ന മറ്റ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാതെ വരും. അതുകൊണ്ട് വരുമാന വർധനവിനനുസരിച്ച് കടം എപ്പോഴും വർദ്ധിക്കും. പക്ഷെ ഈ ഭയക്കുന്ന തരത്തിലുള്ള വർധനവ് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, ഇരട്ടി വർധന ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനേക്കാൾ എത്രയോ താഴെയാണ് നിലവിലെ കടത്തിന്റെ വർധനവ് എന്നുകൂടി ഈ കണക്കിൽ നിന്ന് വ്യക്തമാക്കി മനസ്സിലാക്കണം. ഇനി ചിലർക്ക് തോന്നും, ഇവള് വന്ന് ഇങ്ങനെയൊക്കെ പറയും, 34, 66, 32, 45 എന്നൊക്കെ കൂടെ കുറെ കണക്ക് പറഞ്ഞല്ലോ, എന്നാലും കേരളത്തിന്റെ കടം ഭീകരമാണ് എന്ന് പറയുന്നവരുണ്ട്. അതായത് ഈ കണക്കുകളെല്ലാം നമ്മൾ വിശദീകരിച്ചാലും കേരളത്തിന്റെ കടം ഭീകരമാണ്, ഈ ഗായത്രി പറയുന്ന പോലെയല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നിസ്സാരമായി മനസ്സിലാകുന്ന കണക്കില്ലാത്തൊരു സംഗതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കേരളത്തിന്റെ കടം ഭീകരമാണോ എന്ന് ചോദിച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന് ആനുപാതികമായുള്ള കടം 34% ആണെങ്കിൽ കേന്ദ്രത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന് ആനുപാതികമായുള്ള കേന്ദ്രത്തിന്റെ കടം 56%, പകുതിയിലധികമാണ്. കേരളത്തിന്റെ പകുതിയുടെ താഴെയാണ്, വളരെ താഴെയാണ്, 34% ഉള്ളൂ. അതിരിക്കട്ടെ. ഇനി രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടം കേരളത്തിനാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കടം. ഈ വാക്ക് കേട്ട് ആളുകൾക്ക് അയ്യോ കേരളത്തിലാണ് അയ്യോ അമ്മ എന്നൊക്കെ തോന്നും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കടം. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ പൊതുകട ആകെ പരിശോധിച്ചാൽ കടം ഒന്നാമത് കേരളമാണോ? അല്ല. ഒന്നാമത് പഞ്ചാബാണ്, അപ്പം 2 ആയിരിക്കും. അല്ല, 2 നാഗാലാൻഡാണ്, അപ്പം 3 ആയിരിക്കും. അല്ല, 3 ബംഗാളാണ്, അപ്പം 4. കാരണം 5-നകത്തെങ്കിലും വരണമല്ലോ. 4 ഹിമാചലാണ്, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ. 5 ആയിരിക്കും, 5 ബീഹാറാണ്. എന്തായാലും 10-നകത്ത് കാണാതിരിക്കില്ല. അല്ല, 6 മേഘാലയ, 7 BJP ഭരിക്കുന്ന മണിപ്പൂർ, 8 BJP ഭരിക്കുന്ന അരുണാചൽ, 9 BJP ഭരിക്കുന്ന കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാൻ, 10 ആന്ധ്രാപ്രദേശ്, 11 ഹരിയാന, 12 ഗോവ, 13 തമിഴ്നാട്, 14 ഉത്തർപ്രദേശ്, 15 കേരളം. ഞാൻ വായിച്ച 14 സംസ്ഥാനങ്ങളിൽ ഇത്രയും കടത്തിന്റെ പേരിൽ ആശങ്കയില്ല. 15ാമത് കിടക്കുന്ന കേരളത്തിലാണ് മുടിഞ്ഞു പോകുന്ന കടമാണ് കേരളത്തിന് എന്ന തരത്തിലുള്ള ചർച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 15ാമതാണ് പൊതുകടത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം. അപ്പൊ ഇത്രയും ആശങ്കപ്പെടാനുണ്ടോ? ഇല്ല. എന്നാൽ ശരി, 15ാമതായിരിക്കും കേരളം. ആയിക്കോട്ടെ, എന്തിനാണ് കടം എടുക്കാതിരുന്നൂടെ? അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ സർക്കാരുകൾക്ക് കടം എടുക്കാതിരിക്കാൻ കഴിയില്ല. കടം എടുത്തിട്ട്, പക്ഷെ കടം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എടുത്തിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പാടില്ല. കടം അപ്പോൾ ഒരുപാട് കടം ഉണ്ടായാലും കുഴപ്പമില്ല എന്നല്ല അതിനർത്ഥം. കടം എടുത്തിട്ട് സർക്കാരിന് വരുമാനം ഉണ്ടാകുന്ന കാര്യങ്ങളിലാണ് ആ എടുത്ത കടത്തിന്റെ തുക വിനിയോഗിക്കുന്നതെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം പിന്നീട് ഭാവിയിൽ സർക്കാരിന് തന്നെ തിരിച്ചതിന്റെ വരവുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പൊ മാനവ വിഭവശേഷി ഉയർത്താൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആ കടം അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതലും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഭൗതിക സാഹചര്യം, സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് കേരളത്തിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയ സ്കൂൾ കെട്ടിടം പണിഞ്ഞിട്ട് എന്ത് കിട്ടാൻ? കടമെടുത്ത് പുതിയ സ്കൂൾ കെട്ടിടം പണിയുന്ന എന്തിന് എന്നാരും ചോദിക്കരുത്. അതൊരു മണ്ടൻ ചോദ്യമാണ്. കാരണം ആ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുമ്പോൾ അതിന്റെ ഗുണം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരുടെ മാനവ വിഭവശേഷി വർദ്ധിക്കുന്നു, അവര് നന്നായി ജോലി എടുക്കാൻ കഴിയുന്ന ആളുകളായി മാറുന്നു. അവര് വരുമാനം ഉണ്ടാക്കുമ്പോൾ ആ വരുമാനത്തിന്റെ വിഹിതവും സർക്കാരിന് തന്നെ തിരിച്ചിട്ടുന്നത് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ വരുമാനത്തിൽ മാത്രം നിൽക്കുകയല്ല, കടം എടുക്കുന്നുണ്ട് വസ്തുതയാണ്, ആ കടം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടക്കുന്നു എന്നത് വസ്തുതയാണ്. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ നേട്ടം
സർക്കാരിന് ഭാവിയിലുണ്ടാകും, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നല്ല ബിസിനസ് നടത്താൻ കഴിയുന്നതിൽ നല്ല സമ്പദ്ഘടനയായി കേരളം മാറിയില്ലേ? 28ാമത് കിടന്ന കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 1ാമതായി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് കേരളം ഇറക്കിയ രേഖയല്ല കേട്ടോ. ആ ഇൻഡെക്സ് രാജ്യത്തെ രേഖയാണ്, ഔദ്യോഗിക രേഖയാണ്. ആ രേഖ റിപ്പോർട്ട് പ്രകാരം 1ാമതാണ് കേരളം. അതായത് ബിസിനസ് ചെയ്യാനുള്ള നല്ല അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളം മാറിയത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത് കൊണ്ടാണ്. അങ്ങനെ കേരളത്തിൽ അധികം ബിസിനസ് വരുമ്പോൾ വരുമാനം വരുമല്ലോ കേരളത്തിന്. അപ്പൊ അങ്ങനെയാണ് കേരളം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കടത്തിന്റെ ചിലവ് വഹിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഇതേ സമയത്ത് ഇത് ഞാൻ പറയുമ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ പൈസ വേണ്ടേ, പൈസ മുഴുവനും, പൈസയുടെ 80% ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് തീരുകയാണ്. പിന്നെ വേറൊന്നും ചെയ്യാൻ പൈസ കിട്ടുന്നില്ല. പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ പെൻഷൻ കൊടുക്കും? പൈസ വേണ്ടേ? പക്ഷെ എങ്ങനെ പൈസ വരുന്നു? അവിടെയാണ് കിഫ്ബി പോലെയുള്ള മാതൃകാപരമായ മോഡലുകൾ എടുത്തത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ എത്രയോ കുറവാണ്. ആ കണക്കിലേക്ക് വരാം. മുഖ്യമന്ത്രി ഒരിക്കലും ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലെങ്കിലും നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ കൊടുക്കും പൈസ ഇല്ല, നമുക്ക് പൈസയേ ഇല്ല, അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇത്രയൊക്കെ പറ്റൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ നമുക്കുണ്ടായിട്ടില്ല. അവരുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വർത്താനം വന്നിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ആ പറഞ്ഞ കാര്യം അന്ന് സത്യവുമാണ്. പൈസ ഇല്ല, പിന്നെ എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചാൽ അത് മാനേജ് ചെയ്യാനല്ലേ നമ്മളെ ഏൽപ്പിക്കുന്നത്. സർക്കാരാക്കി നമ്മളെ കൊണ്ടിരുത്തുന്നത് ഇല്ലാത്ത പൈസയുടെ ഘട്ടത്തിലും ആളുകളുടെ ജീവിതം മുട്ടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ മാനേജ്മെന്റും കൂടി സർക്കാരിന് ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്താൻ ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കേന്ദ്രം നമുക്ക് നൽകുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് നമ്മൾ പറയും. കേന്ദ്രം നമുക്ക് നൽകുന്ന തുക എത്ര ശതമാനമാണ് എന്നുള്ളത് നോക്കിയാൽ 2015-16 കാലഘട്ടത്തിൽ, അതായത് കോൺഗ്രസിന്റെ അധികാരം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് 12.9%, ഏകദേശം 13% എന്ന് പറയാം. അത്രയാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നത് എത്രയാണെന്നറിയാം? 10 അല്ല, 9 അല്ല, 8 അല്ല, 5.5%. 13% നിന്ന് 5.5% കുറഞ്ഞു കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റ് എന്ന് കാണണം. ഇതൊരു വസ്തുത. അതിനേക്കാൾ ഭീകരമായ വസ്തുത നികുതി വിഹിതമാണ്. അതായത് കേരളത്തിൽ നിന്ന് കൂടി പിരിച്ചെടുക്കുന്ന നികുതിയാണല്ലോ കേന്ദ്രത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രത്തിന് നികുതി വിഹിതം കിട്ടുന്നുണ്ട്. അപ്പൊ ആ പിരിച്ചെടുക്കുന്ന നികുതിയുടെ എത്ര വിഹിതമാണ് തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ്. നമുക്ക് 100 രൂപ ഉദാഹരണമായി എടുക്കാം. 100 രൂപയാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ആ 100 രൂപയിൽ നിന്ന് ഒരു നിശ്ചിത തുക കേരളത്തിന് തിരിച്ചു കൊടുക്കും. ഇപ്പോൾ 100 രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് നികുതി വരുമാനമായി കിട്ടിയാൽ തിരിച്ച് കേരളത്തിന് കേന്ദ്രം തരുന്നത് 25 രൂപയാണ്. നമ്മളെല്ലാവരും അടയ്ക്കുന്നതാണ് നികുതി, ഞാനും നിങ്ങളും ഒക്കെ. നമ്മൾ അടയ്ക്കുന്ന നികുതി എടുത്തിട്ട് നമുക്ക് തിരിച്ചു തരുന്നത് 25 രൂപയാണ്. 100 രൂപയ്ക്ക് 25 രൂപ, അല്ലെങ്കിൽ 1 രൂപയ്ക്ക് 25 പൈസ. ഇനി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്? ഇപ്പം കേന്ദ്രവും ഈ പറഞ്ഞതുപോലെ പൈസ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു തരാത്തതാണ് എങ്കിൽ എല്ലായിടത്തും അങ്ങനെ കാണണ്ടേ? എല്ലായിടത്തും അത് കുറവായിരിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു നിശ്ചിത തുകയായിരിക്കണ്ടേ? ഉത്തർപ്രദേശിൽ അത് 270 രൂപയാണ്. 100 രൂപ പിരിച്ചെടുക്കുമ്പോൾ, നികുതിയായി എടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്നത് 270 രൂപയാണ്. എന്തൊരു സ്നേഹമാണെന്ന് നോക്കണം. അതിനേക്കാൾ സ്നേഹം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. 760 രൂപയാണ് ബീഹാറിന് കൊടുക്കുന്നത്. 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ 7 രൂപ 60 പൈസ, ഏകദേശം 8 രൂപ തിരിച്ചു കൊടുക്കുന്നു ബീഹാറിന്. 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ ഏകദേശം 2 രൂപ 70 പൈസ ഉത്തർപ്രദേശിന് തിരിച്ചു കൊടുക്കുന്നു. 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ 25 പൈസയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതായത് എത്ര കുറവാണ് എന്ന് നമ്മൾ കാണണം. ഇതല്ലേ ചർച്ചയാവേണ്ടത്? എന്തുകൊണ്ട് ഈ തുകയോ ഈ കണക്കോ മനസ്സിലില്ല? എത്ര പേർക്കറിയാം ഈ കണക്ക്? പക്ഷെ കേരളത്തിൻ്റെ കടം എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ 4 ലക്ഷം കോടിയിലധികമുണ്ട് എന്ന് ഇപ്പോഴും എല്ലാവർക്കും അറിയാം. രാജ്യത്തിൻ്റെ കടത്തിൻ്റെ ശതമാനം എത്ര എന്ന് ചോദിച്ചാൽ ഇപ്പോഴും 56% ആർക്കും അറിഞ്ഞുകൂടാ. രാജ്യം നമുക്ക് എത്രയാണ് തിരിച്ചു തരുന്നത് 100 രൂപ കൊടുക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ 25 രൂപയാണ് തിരിച്ചു തരുന്നത് എന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. ബീഹാറിന് എത്ര കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ 760 അറിയുന്ന എത്ര പേരുണ്ട്? എല്ലാ കണക്കും അറിയണ്ട, പക്ഷെ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. അതെത്രയാണ് നമുക്ക് തരേണ്ടത് എന്നറിഞ്ഞുകൂടാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മുടെ കടത്തിനെ കുറിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിർമ്മിതമായ ചർച്ചയാണ് നമുക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന ധാരണ നമുക്കുണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വലിയ വികസന
ക്ഷേമ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സർക്കാരാണിത്. ആ സർക്കാരിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കടമേ ഈ നാട്ടിലുണ്ടായിട്ടുള്ളൂ. ആ കടത്തിൻ്റെ പരിധിയും വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആ കടമെടുക്കുന്നതിൻ്റെ വർധനവ് സംസ്ഥാനത്തിന് തന്നെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഏറ്റവും കൂടുതൽ കടമുള്ള ഒരു സംസ്ഥാനമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്ന് അത്രയുമില്ല. രാജ്യത്ത് 15ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. അവഗണന എന്ന് പറയുന്ന ആ വാക്ക് ചിലർക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് സത്യമാണ്. അവഗണനയുടെ ഒരു ഉദാഹരണമാണ് ഈ കാണിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളോട് നമ്മൾ പറയണം, ഇത് ചർച്ച ചെയ്യ്, അത് ചർച്ച ചെയ്യണ്ട.